عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أفضل الأنبياء والمرسلين سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين، وبعد. مرحبا بكم أيها الطالبون والطالبات من الكليات المختلفة التابعة لتنسيق الكليات الإسلامية. مرحبا بكم جميعا إلى الحصة الجديدة. تكونون بخير، أدام الله لكم الصحة والعافية ووفق لكم للتعلم جيدا. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മളിപ്പോൾ വളരെ രസകരമായ ഒരു വീഡിയോ കണ്ട് ക്ലാസ് കേൾക്കാൻ വന്നവരാണ്. എല്ലാവരും ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. 2-3 തവണയൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. സത്യത്തിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ പല വാക്കുകളും നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ്. ചില വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാകില്ല. സ്വാഭാവികമായി നമ്മളൊരു വീഡിയോ കാണുമ്പോൾ എല്ലാ വാക്കുകളും നമുക്കതിൽ നിന്ന് മനസ്സിലാകാൻ സാധ്യതയുമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ കണ്ട വീഡിയോയുടെ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളും ആ വാക്കുകൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഒരു മാതൃകയും രൂപവും, അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് കേട്ട കഥയെ വളരെ സിമ്പിളായി അറബി ഭാഷയിലേക്ക്, നമ്മുടെ ഭാഷയിലേക്ക് നമുക്ക് പറയുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഇന്ന് നമ്മൾ കേട്ട കഥയുടെ പേര് അസ്സലാത്ത് ഖുർറത്തു ഐനിൽ ഹബീബ്. സമിഅനാ അൽയൗം ഹികായതൻ ജമീല اسمها الصلاة قرة عين الحبيب المصطفى صلى الله عليه وسلم. الصلاة قرة عين الحبيب المصطفى صلى الله عليه وسلم. നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർറത്തുൽ ഐൻ, കൺകുളിർമയാണ് എന്നാണ് ഇന്നത്തെ ഹെഡിങ്. അസ്സലാത്ത് ഖുർറത്തു ഐനിൽ ഹബീബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ്. ഇൻഷാ അല്ലാഹ് നതഅല്ലം اليوم الألفاظ والمعاني والاستعمالات المتعلقة بهذا الفيديو إن شاء الله. വളരെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ, ഇസ്തിഅമാലാത്തുകൾ, അൽഫാളുകൾ, അതിൻ്റെ ഉപയോഗവും നമുക്കിന്ന് പഠിക്കാം. ഒന്നാമത്തത് മുബക്കിറ. ഇന്ന് നിങ്ങൾ കേട്ട വീഡിയോയിൽ മുബക്കിറ എന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണത്? മുബക്കിറ മഅന ഏർലി, നേരത്തെ എന്നതിന് നമ്മൾ എന്ത് പറയും? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുമുണ്ടത്. അന അസ്തൈഖിൽ മുബക്കിറ, ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്ന്. സഹീഹ്. മാദാ ഖാൽ? അസ്തൈഖിൽ മുബക്കിറൻ ലിസലാത്തിൽ ഫജ്ർ. അസ്തൈഖിൽ മുബക്കിറൻ ലിസലാത്തിൽ ഫജ്ർ. അന അസ്തൈഖിൽ മുബക്കിറൻ ലിസലാത്തിൽ ഫജ്ർ. അൻത് തസ്തൈഖിൽ മുബക്കിറൻ ലിസലാത്തിൽ ഫജ്ർ. അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സഹീഹ്. فالاستعمال الأول نتعلم اليوم مبكرا. أستيقظ مبكرا لصلاة الفجر. أوكي نلا، أستيقظ مبكرا لصلاة الفجر. هذا استعمال جيد نستعمل في جميع حياتنا في كل الأيام. نحن نستيقظ مبكرين. നമ്മളെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നു. ഒന്നാമത്തെ ഉപയോഗം ഇന്നത്തെ കവിതയിൽ നമ്മൾ പഠിച്ചത് അതാണ്. രണ്ടാമത്തത് നോക്കൂ, ഇത്തസല ബിഹി എന്ന് പറയും. ഇത്തസല ബിഹി, കോണ്ടാക്റ്റ് ചെയ്യുക. നമ്മളൊരാളെ വിളിക്കുക, കോണ്ടാക്റ്റ് ചെയ്യുക എന്നതിനൊക്കെ ഇത്തസല എന്നാണ് പറയുക. ഇത്തസല ബിഹി. ഉദാഹരണത്തിന് നമുക്ക് പഠിക്കാം. അൽ മിസാൽ അൽയൗം ഇത്തസൽതു ബിസദീഖി ഫിൽ ഹാത്തിഫ്. മറത്തൻ ഉഖ്റ, ഇത്തസൽതു ബിസദീഖി ഫിൽ ഹാത്തിഫ്. ഇത്തസല ബി, വിളിക്കുക, കോണ്ടാക്റ്റ് ചെയ്യുക. ഇത്തസൽതു ബിസദീഖി, ഐ കോണ്ടാക്റ്റഡ് വിത്ത് മൈ ഫ്രണ്ട്. ഇത്തസൽതു ബിസദീഖി ഫിൽ ഹാത്തിഫ്, ഞാൻ ഫോണിൽ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു, ബന്ധപ്പെട്ടു എന്നതിനൊക്കെ എന്ത് പറയാം? ഇത്തസൽതു ബിസദീഖി ഫിൽ ഹാത്തിഫ്. ففي هذه الحكاية التي سمعناها اليوم تعلمنا هذا الاستعمال. اتصلت بصديقي في الهاتف. اتصل أحمد رضا بصديقه فيضان في الهاتف. اتصل في الهاتف
അങ്ങനെ ഉപയോഗം നമുക്ക് വളരെ സിമ്പിളായി പറയാൻ പറ്റും. അൽ-ഇസ്തിഅ്മാൽ അൽ-സാലിസ്, മൂന്നാമത്തെ മറ്റൊരു ഇസ്തിഅ്മാലാണ് കുല്ലു ഷൈഇൻ അലാ മാ യുറാം. കുല്ലു ഷൈഇൻ അലാ മാ യുറാം എന്താണ് അതിൻ്റെ അർത്ഥം? ഓക്കെ, നമ്മൾ ഓക്കെ എന്ന് പറയാറുണ്ടല്ലേ, ഓൾ കറക്റ്റ് എന്ന് അതിൻ്റെ ചില വിശദീകരണങ്ങളൊക്കെ ചിലർ പറയാറുണ്ട്. കുല്ലു ഷൈ അലാ മാ യുറാം, എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ്. ഓക്കെ, കുല്ലു ഷൈ അലാ മാ യുറാം. كل شيء على ما يرام. نحن نتكلم في جميع أيامنا أو في جميع أوقاتنا مع أصدقائنا، نتكلم مع أصدقائنا ونتكلم مع صديقاتنا. ماذا نقول؟ كل شيء على ما يرام. എല്ലാം കറക്റ്റാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാം? كل شيء على ما يرام. على سبيل المثال انظروا إلى الشاشة. الحمد لله خير. كل شيء على ما يرام. الحمد لله خير. كل شيء على ما يرام. إذا واجهك صديقك، إذا رأيت صديقك فتقول كيف الحال؟ فيقول صديقك الحمد لله بخير. كل شيء على ما يرام. كل شيء على ما يرام. إلا أوكي، كل شيء على ما يرام استعمال جيد نستعمله في كل أوقاتنا، نستعمل في جميع أمورنا. هذا ممكن لنا أن نستعمل كل شيء على ما يرام. Okay, then next മറ്റൊരു ഉദാഹരണം ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദാഉസ്സലാഹ്, to perform നമാസ്, നിസ്കാരം നിർവഹിക്കുക, നിസ്കരിക്കുക എന്നർത്ഥം. അദാഉസ്സലാഹ്, അദാഉസ്സലാഹ് ഇസ്തിഅ്മാൽ നതഅല്ലം اليوم. അദാഉസ്സലാഹ്, നിസ്കരിക്കുക. എന്താണ് അതിൻ്റെ ഉപയോഗം? അദാഉസ്സലാത്ത് ഫി അവ്വലി വഖ്തിഹാ അഫ്ളൽ. അദാഉസ്സലാഹ് ഫി അവ്വലി വഖ്തിഹാ അഫ്ളൽ. നിസ്കാരം അതിൻ്റെ ഒന്നാമത്തെ സമയത്ത് തന്നെ, ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് അഫ്ളൽ. അദാഉസ്സലാഹ് ഫി അവ്വലി വഖ്തിഹാ അഫ്ളൽ. ഇസ്തിഅ്മാലുൻ عظيم، استعمال جيد، استعمال جميل. أداء الصلاة في أول وقتها أفضل. صحيح. والاستعمال التالي أرتو بيوغان مكنوكام استيقظ. تعلمنا اليوم من هذا الفيديو استيقظ، ഉണരുക എന്നർത്ഥം. ഉണരുക, ഇസ്തൈഖൽ. അന അസ്തൈഖിൽ മുബക്കിറൻ, നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞു. അസ്തൈഖിൽ മുബക്കിറ, ഇസ്തൈഖല സൈദുൻ മുബക്കിറ, സൈദ് നേരത്തെ എഴുന്നേറ്റു. സഹീഹ്. അൽ-ഇസ്തിഅ്മാൽ അത്താനി ഹസനൻ. ഹസനൻ, അതെ, ഓക്കെ, റൈറ്റ്, നല്ലത് എന്നൊക്കെ നമ്മൾ പറയാൻ. ഹസനൻ അന മുതഹയ്യി, അന മുസ്തഇദ്. ഹസനൻ ദഅന നذهب إلى المسجد. رأيت صديقك فقال لك هيا بنا نتعلم اليوم درسا جديدا. فقال صديقك فقال فقلت أنت حسنا، صحيح، نتعلم اليوم درسا جيدا. اوكي له إن شاء الله. الاستعمال التالي بكل تأكيد. بكل تأكيد എന്താണ് അതിൻ്റെ അർത്ഥം? ഷുവർ, തീർച്ചയായും. بكل تأكيد أنا أقول لكم بكل تأكيد أنا أشاور معكم بكل تأكيد أنا أتعلم اليوم درسا جديدا. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. بكل تأكيد, തീർച്ചയായും. بكل تأكيد, തീർച്ചയായും. بكل تأكيد أنا أقول لكم إن الله سبحانه وتعالى غفور رحيم. بكل تأكيد أقول لكم إن رسول الله صلى الله عليه وسلم رحمة للعالمين. بكل تأكيد أنا أقول لكم إننا مسلمون. എന്നൊക്കെ നമുക്ക് പറയാൻ ബിക്കുല്ലി തഅക്കീദ്, തീർച്ചയായും എന്ന ഉപയോഗം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണത്. ബിക്കുല്ലി തഅക്കീദ് അന അത്തസിലു ബിക് വബിക്കുല്ലി തഅക്കീദ് അന ആതി ഫിൽ മസ്ജിദ് ലിസലാത്തിൽ ഫജ്ർ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അന അദ്റുസ് അദ്ദുറൂസ് ബിക്കുല്ലി തഅക്കീദ്, നമുക്ക് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ഉദാഹരണം പറഞ്ഞു നോക്കാം. അന അദ്റുസ് അദ്ദുറൂസ് ബിക്കുല്ലി തഅക്കീദ്, തീർച്ചയായും ഞാൻ എൻ്റെ പാഠങ്ങൾ മുഴുവൻ പഠിക്കുന്നു. أنا أدرس الدروس بكل تأكيد. هذا استعمال رائع إن شاء الله. والثالث واستعمال التالي في أمان الله.
ഫി അമാനില്ല. നമ്മൾ ഒരാളോട് യാത്രയാക്കാനോ മറ്റൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നിർത്തുമ്പോഴൊക്കെ പറയാം ഫി അമാനില്ല, അള്ളാഹുവിൻ്റെ അമാനിലാകട്ടെ, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാകട്ടെ എന്നൊക്കെ. ഫി അമാനില്ല. ബാറക്കല്ലാഹു ഫീക്. ഇദാ വഖഫ്നാ അൽ ഹിവാർ മഅ സദീഖിനാ نقول في أمان الله بارك الله فيك إلى اللقاء في أمان الله بارك الله حياك الله. نقول هذه الاستعمالات അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. في أمان الله. والتالي الأعمال اليومية. الأعمال اليومية قال فيضان لصديقه في هذه الفيديو ماذا قال؟ الأعمال اليومية قد أتممت الأعمال اليومية كلها. الأعمال اليومية معنى എല്ലാ ദിവസവും നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ, നമ്മൾ ജീവിതത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ. الأعمال اليومية أنا أتممت أعمالي اليومية. എൻ്റെ ഡെയിലി വർക്കുകളൊക്കെ ഞാൻ പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ الأعمال اليومية എന്ന് ഉപയോഗിക്കാൻ കഴിയും. നമ്മളത് വീഡിയോയിൽ പഠിച്ചു. മറ്റൊന്നാണ് വാജിബ്. വാജിബ് എന്ന് പറഞ്ഞാൽ കർത്തവ്യം, നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വം. ഹാദ വാജിബി അന, ഹാദ വാജിബി അന, ഇത് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ദിസ് ഇസ് മൈ ഡ്യൂട്ടി. ഹാദ വാജിബി അന, എൻ്റെ ഡ്യൂട്ടിയാണിത്, ഞാൻ ചെയ്യേണ്ടതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ വാജിബ് എന്ന് പറയാൻ. വാജിബി അൽയൗം അൻ അതകല്ലമ അൽ ഉസ്താദ്. വാജിബി അൽയൗം അൻ അതകല്ലം മഅ ഉസ്താദി. ഇന്ന് എൻ്റെ ഡ്യൂട്ടി എൻ്റെ ഉസ്താദിനോട് കൂടെ എനിക്ക് സംസാരിക്കലാണ്. ഫിൽ ലുഗത്തിൽ അറബിയ്യ അൻ ഹാദിഹിൽ ഖിസ്സ വഅൻ ഹാദിഹിൽ ഹികായ. ഈ കഥയെക്കുറിച്ച് ഇന്ന് പറയലാണ് എൻ്റെ വാജിബ്. വാജിബി അൽയൗം അൻ അതകല്ലം മഅ ഉസ്താദി ഫിൽ ലുഗത്തിൽ അറബിയ്യ അൻ ഹാദിഹിൽ ഹികായ. ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനും ഇസ്തിഅമാൽ ചെയ്യാനുമൊക്കെ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഹയ്യ നുലഖിസ് അൽ ഖിസ്സ. നമുക്ക് ഈ കഥ ഒന്ന് ചുരുക്കി പറയാം. എല്ലാവരും അൻതും മുസ്തഇദൂൻ ജമീഅൻ, അൻതും മുസ്തഇദൂൻ ജമീഅൻ. നഹൻ സമിഅന വറഅയ്ന ഹികായതൻ ജമീല. حكاية فيها اثنان صديقان اثنان. من هما؟ أحمد رضا وفيضان. أحمد رضا وفيضان هما صديقان عزيزان وحبيبان. في يوم من الأيام سمع أحمد رضا خان أستاذه وفضيلة الشيخ وهو يخطب وهو يتكلم. ماذا يتكلم الأستاذ؟ الصلاة قرة عين الحبيب المصطفى صلى الله عليه وسلم. فلما سمع أحمد رضا خان هذه الحكاية، هذا القول، تأكد أنه سوف يذهب إلى المسجد لصلاة الفجر. ونام مبكرا واستيقظ مبكرا واتصل بأخيه فيضان أن يأتي معه إلى المسجد لأداء صلاة الفجر. وذهبا معا إلى المسجد لصلاة الفجر فأديا وصلى صلاة الفجر من المسجد ثم رجعا. وقال فيضان لأخيه أحمد رضا خان ماذا قال؟ أنا أتممت اليوم أعمالي اليومية وبقي واجب واحد أنا سوف أتممها إن شاء الله. فقال ببركة صلاة الفجر وببركة صلاة الفجر في المسجد إنه استطاع وتمكن أن يتمم أعماله اليومية. هذه هي الحكاية تعلمناها اليوم إن شاء الله. عليكم جميعا أيها الطالبون والطالبات أن تتعلموا الاستعمالات والألفاظ والمعاني التي تعلمناها من هذه الحكاية ثم تطبقونها فيها الاستعمالات والمعاني والألفاظ إن شاء الله. بارك الله فيكم جميعا. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മുതഅല്ലിമീങ്ങളും ഇന്ന് പഠിച്ച വാക്കുകൾ, ഇന്ന് പഠിച്ച ഇസ്തിഅമാലാത്തുകൾ അതൊക്കെ എഴുതി വെക്കുകയും നമ്മളുടെ ഉസ്താദക്ക് ഇന്നത്തെ കഥ നമുക്കൊന്ന് ഷോർട്ടാക്കി നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനും സാധിക്കണം ഇൻഷാ അല്ലാഹ്. നഹൻ അൽയൗം നുലഖിസ് ഹാദിഹിൽ ഖിസ്സ വഹാദിഹിൽ الحكاية لأستاذنا صوتيا إن شاء الله. بارك الله فيكم جميعا وأوصيكم بالدعاء.
سوف تستمر هذه المحاضرة، وأدعو لكم ولجميع المسلمين الخير والتوفيق لما يحب الله ويرضى إن شاء الله. السلام عليكم ورحمة الله تعالى وبركاته.